ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഒരു നല്ല പ്രഭാതങ്ങളെ കാണുവാനൊക്കെ ദൈവം നമ്മെ സഹായിച്ചു. ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 46 10-ാമത്തെ വാക്യമാണ്. ഞാൻ അതിപ്രകാരം വായിക്കുന്നു. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ ജാതികളുടെ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. ഇത് വായിച്ചപ്പോൾ ഞാനൊരു സ്റ്റോറി ഓർത്ത് പോവുകയാണ്. അതായത് മിസ്സിസ് സാദ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ലേഡി, 31 വയസ്സുള്ള സ്ത്രീയാണ്. അവരൊരു എഴുത്തുകാരിൽ ജേർണലിസ്റ്റാണ്. അവര് ഈ വേലയോടനുബന്ധിച്ച് വളരെയധികം സമയം ചിലവഴിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ ഈ 31-ാമത്തെ വയസ്സിൽ അവരുടെ അധിക ജോലി കൊണ്ട് അവര് മരണപ്പെടുകയുണ്ടായി. അപ്പൊ ഈ വാർത്ത അറിഞ്ഞ പലരും അതിൽ ദുഃഖിച്ചു. കാരണം തങ്ങളുടെ വേലയിൽ വളരെ ഉത്സാഹത്തോടുകൂടി സമയം എന്നതെന്ന് നോക്കാതെ പ്രവർത്തിച്ചിരുന്നായ ഈ മിസ്സിസ് സാദ മരണപ്പെട്ടു. അതെ പ്രിയരെ, നമുക്കൊരു പാഠമാണ്. കാരണം ദൈവം നമ്മെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് നമുക്കറിയാം, ഇരുളും പകലുമുണ്ട്. അപ്പൊ ഇരുളാകുന്ന സമയത്ത് അല്ലെങ്കിൽ പകൽ സമയത്ത് വേല ചെയ്യുവാനും ഇന്ന് രാത്രിയിൽ വിശ്രമിക്കുവാനുമാണ്. എന്നാൽ രാവും പകലുമില്ലാതെ വേല ചെയ്യുന്ന വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവരെ കുറിച്ച് പറയുന്നത് വർക്കഹോളിക് എന്നാണ്, അല്ലെങ്കിൽ വേലയിൽ അധിക വേല ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ്. പക്ഷെ അതെന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ അവരുടെ ശരീരത്തിന് വേണ്ട വിശ്രമം കൊടുക്കാതെ ഇരിക്കുമ്പോൾ ശരീരം അതിനോടൊപ്പം ക്ഷീണിക്കുകയും പിന്നെ അതിന്റെ ദൗർഭാഗ്യമായ മരണത്തിലേക്ക് ഏർപ്പെടുവാൻ ഇടയായിത്തീരുകയും ചെയ്യും. അതായത് വേദപുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ ദൈവം മനുഷ്യന് വിശ്രമിപ്പാൻ തക്കവണ്ണം ഒരവസരം കൊടുത്തിരിക്കുകയാണ്. അതാണല്ലോ 4ാമത്തെ കൽപ്പനയായ ശബത് നാൾ അല്ലെങ്കിൽ ശബത് ദിവസത്തെ ഓർക്കുക. അതൊരു വിശ്രമമാണ്. ഇപ്പം പ്രത്യേകിച്ച് പറയുമ്പോൾ ദൈവം 6 ദിവസം കൊണ്ട് സകലവും സൃഷ്ടിച്ചു. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ അതിന്റെ വിവരണം കൂടുതലുണ്ട്. എന്നാൽ 7-ാം ദിവസം ദൈവം തന്റെ വേലയിൽ നിന്ന് നിവൃത്തനായി അതിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. നമുക്കത് നൽകിയിരിക്കുകയാണ്. അത് ഒരു കൽപ്പനയായിട്ട് നൽകിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിന് വിശ്രമം ആവശ്യമാണ്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ ശിഷ്യന്മാര് അവരുടെ വളരെയധികം വേലയ്ക്ക് ശേഷം വന്നു കാര്യങ്ങളൊക്കെ അവര് കർത്താവിനോട് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളൊരു ഏകാന്ത സ്ഥലത്ത് പോയി വിശ്രമിക്കുക. അവരെ ഏകാന്ത സ്ഥലത്ത് കൊണ്ടുപോയി വിശ്രമിപ്പാനൊക്കെ അനുഭവിച്ചു. ഒരു വിശ്രമം എന്ന് പറയുന്നത് മനുഷ്യന് ആവശ്യമായതുകൊണ്ടാണ് ദൈവം ഇത് നൽകിയത്. എന്നാൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? പണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ വീട് വെക്കണം, അല്ലെങ്കിൽ പല 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 ആലോചനകളുകൊണ്ട് അവരെ വിശ്രമമില്ലാതെ വേല ചെയ്യാൻ. അതൊരിക്കലും ശരിയല്ല. വിശ്രമം മനുഷ്യന് ആവശ്യമാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇരുളും പകലും ദൈവം നൽകിയത് പകൽ സമയത്ത് വേല ചെയ്യുവാനും രാത്രിയിൽ വിശ്രമിക്കുവാനുമാണ്. അപ്പൊ ഈ വിശ്രമിക്കുന്ന സമയത്ത് ഒരു ആരോഗ്യപരമായ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ശരീരം വീണ്ടെടുക്കുക, അല്ലെങ്കിൽ അത് റിവൈവ് ചെയ്യുക. അപ്പൊ ശരീരത്തിന് ആകമാനമായിട്ടൊരു നമ്മെ ആരോഗ്യത്തിൽ, അതായത് പ്രഭാതത്തിൽ നാം വരുമ്പോൾ ഒരു സന്തോഷമുള്ളവരായി കാണുന്നത്. കാരണം രാത്രിയിൽ നാം നല്ലവണ്ണം വിശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഈ വിശ്രമം ആവശ്യമാണ്. അത് പോകേണ്ട ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട്, അതായത് ദൈവഭയത്തിൽ, ദൈവസ്നേഹത്തിൽ സ്വല്പസമയം ഇങ്ങനെ ചെലവഴിക്കുക. അത് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാരോട് പറയുകയും താൻ തന്നെയും പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുന്നപ്പോൾ സാധിക്കും. ഇപ്പൊ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ ലേബർ നിയമപ്രകാരം 8 മണിക്കൂർ ജോലി എന്ന് ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ആവശ്യമാണ്. 8 മണിക്കൂർ ജോലി മതി. ബാക്കിയുള്ള സമയം വിശ്രമത്തിന് ആവശ്യമാണ്. ഭവനത്തിന്റെ കാര്യങ്ങളായി, ചുറ്റുപാടുകളായി, പിന്നെ വിശ്രമമാണ്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നാം വളരെയധികം ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. കാരണം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ശരിയാണ്, നമ്മൾ ഒഴുക്കിലോട്ട് പോകാൻ തക്കോണം, അദ്ദേഹം സമ്പാദ്യം ഉണ്ടാക്കുവാൻ തക്കോണം നാം വിശ്രമമില്ലാതെ പരിശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് പാടില്ല. അത് ചിലപ്പോൾ നമ്മെ മരണത്തിലേക്ക് വഴി നടത്തുമെന്ന് ഞാൻ പറഞ്ഞ കഥയിലെ മിസ്സിസ് സാഡോ എന്ന് പറയുന്ന ആ സ്ത്രീയെ പോലെ. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ നാം വളരെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ഓരോ കാര്യപരിപാടികൾ നാം ആസൂത്രണം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം, ഓരോരുത്തർ തങ്ങളുടെ വേലയ്ക്ക് വേണ്ടി ഷെഡ്യൂൾ ചെയ്യും. അതായത് ഇന്ന കാര്യങ്ങൾ അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ കണിശമായിട്ടും ഒരവസരം, അതായത് ബൈബിളും പ്രകാരമാണെങ്കിൽ 6 ദിവസം അധ്വാനിച്ച് വേല ചെയ്യുക, 7-ാം ദിവസം സ്വസ്ഥമായിരിക്കുക. അപ്പൊ ഇത് നമ്മുടെ ജീവിത ശൈലിയായിട്ട് മാറണം. അപ്പൊ ആ ഒരു അനുഭവം നമുക്കുണ്ടാകട്ടെ. പ്രത്യേകിച്ച് നമുക്കറിയാം,
നെഹെമ്യായുടെ കാലത്ത് ഈ ശബദിന് വേണ്ടിയുള്ള റിഫോം ഉണ്ടായിരുന്നു. അത് നിങ്ങളുടെ ശബദ് ദിവസത്തിൽ പട്ടണം അടച്ചിടുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു ഇൻസിസ്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആയതുകൊണ്ട് ഇനി പ്രഭാതം തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് ചെയ്താലും ഈ ഒരു കാര്യം ഓർക്കുക: 6 ദിവസം അധ്വാനിക്കുക, 7 ദിവസം സ്വസ്ഥമായിരിക്കുക. ആ ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറിയ സംസാരത്തിന് വിരമിക്കുകയാണ്. നമുക്ക് ഇന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് ഓർക്കേണ്ടതായ, അതായത് ജന്മദിനത്തിൽ ഓർക്കേണ്ടത് അലീന ഷാജിയെ പറ്റുന്ന അയിരൂർ പള്ളിയിലുള്ളതായ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, തിരുസന്നിധിയിലേക്ക് അടികളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. ഈ ഒരു ദിവസം, ഇത് മനോഹരമായ ദിവസം കാണുവാൻ ഞങ്ങളെ സഹായിച്ചു. ഇന്ന് ദിവസം തുടങ്ങുമ്പോൾ കണിശമായിട്ട് വചനത്തിൽ നിങ്ങൾ പഠിച്ചതുപോലെ മിണ്ടാതിരുന്ന് ഞാൻ ദൈവം നന്ദിയുള്ളൂ എന്നപ്പോഴാണ് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അടികളെ ഓരോരുത്തരെ അനുഗ്രഹിക്കും. പ്രത്യേകിച്ച് ഈ അലീന ഷാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം ആയുസ് കൊടുത്തു. നന്ദിയുടെ സ്തോത്രം. ഫുള്ളായി ജീവിക്കാനും ആരോഗ്യമുള്ളവരായിരിക്കാനും കർത്താവ് സഹായിക്കണമേ. അതുപോലെ ആർക്കൊക്കെ ജന്മദിനമുണ്ടോ അവരൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകിയിരുന്ന നമ്മളെ കാണുവാൻ മനസ്സിലാക്കുവാൻ നന്ദിയുള്ളവരായിരിക്കാൻ സഹായിക്കണം. ഒരു കൂടി ദൈവത്തിന് താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ ദിവസം നല്ലൊരു ദിവസമായി തീരുവാൻ വളരെ സഹായിക്കണം. യേശു താഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ പ്രശ്നമാകണമേ. ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.